ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അഴീക്കൽ കടപ്പുറത്ത് നിന്നാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും മനഃശാന്തി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എപ്പോൾ മുതലാണ് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്? യോഹന്നാൻ ബന്ധനസ്ഥനാണെന്ന് കേട്ടപ്പോൾ യേശു അവിടെ നിന്ന് മാറി കഫർനാമിൽ ചെന്ന് പാർത്തു. അത് യെശയ്യാ പ്രവാചകൻ വഴി പറയപ്പെട്ട കാര്യങ്ങൾ, അരുളപ്പാടിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഓരോ മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമായി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ദൗത്യത്തിലേക്ക് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പ്രകാശമായി സമൂഹത്തിലും ലോകത്തിലും കുടുംബത്തിലും മാറാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ ദൗത്യവും ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരും ഈശോ ചെയ്ത അതേ പ്രവൃത്തി നമ്മളെല്ലാവരും ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഓരോ കുടുംബങ്ങളിലും മനസ്സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷവും സമാധാനവും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഭാര്യ ഭർത്തൃ ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതകളിൽ അകപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ.